അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിലെ ഇസ്തിഗ്ഫാറിനെ പറ്റിയിട്ടാണ്. ഇസ്തിഗ്ഫാർ നമ്മൾ അല്ലാഹു തആലയോട് പാപമോചനം ചോദിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്, അല്ലേ? അസ്തഗ്ഫിറുല്ലാ 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 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പാപമോചനത്തിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വേർഷനിൽ നമ്മൾ ചോദിക്കുന്നത് അങ്ങനെയാണ്, അല്ലേ? ഇസ്തിഗ്ഫാർ എന്ന വാക്ക് നമ്മൾ പറയുമ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം അള്ളാഹുവിനോട് നമ്മൾ അപേക്ഷിക്കുവാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപമോചനത്തിന് അപേക്ഷിക്കുന്നത് മാത്രമല്ല, പക്ഷേ നമ്മൾ ചെയ്ത പാപത്തിനെ മറയ്ക്കാനും സംരക്ഷിക്കാനും എന്ന് രണ്ട് മീനിങ് അതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മൾ അള്ളാഹുവിനോട് അപേക്ഷിക്കുമ്പോൾ നമ്മൾ അപേക്ഷിക്കുന്നത് ചെയ്ത പാപത്തിൻ്റെ ഫലങ്ങളെ മറയ്ക്കാനും അതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാപം ചെയ്തത് നമുക്കും അല്ലാഹു തആലയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ. അതങ്ങനെ അള്ളാഹു കവർ ചെയ്ത് പിടിക്കും. അതായത് ഈ ലോകത്ത് വേറെ ഒന്നിനും ആ പാപത്തിനെ പറ്റിയിട്ട് അറിയാനുള്ള ഒരു അവസരം കൊടുക്കാതെ അല്ലാഹു തആല അത് മറച്ചു പിടിക്കും. അപ്പം അതാണ് ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്. ഇതിനകത്ത് കൺസീൽ ചെയ്യുക, മറയ്ക്കുക എന്നുള്ളൊരു വേർഡും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ജസ്റ്റ് ഫോർഗീവ്നെസ് മാത്രമല്ല, നമ്മൾ ചെയ്ത ആ പാപത്തിനെ എടുത്ത് കളയുന്നത് മാത്രമല്ല, ആ പാപം മറ്റൊരു അവസ്ഥയിൽ മറ്റ് ആളുകളിലോട്ട് അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എന്തിലോട്ടും ആ പാപത്തിനെ എത്തിക്കാതെ അല്ലാഹു തആല അവൻ്റെ അപാരമായ കഴിവ് കൊണ്ടിട്ട് അത് കവർ ചെയ്യും. മനസ്സിലായോ? കവർ ചെയ്തിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ആ ഒരു സിന്നിനകത്തുനിന്ന്. അപ്പം അതാണ് ബേസിക്കലി ഇതിനകത്ത് രണ്ട് മീനിങ് വരുന്നതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ജസ്റ്റ് അള്ളാഹുവിനോട് പാപം പൊറുക്കണേ എന്ന് പറയുന്ന സമയത്ത് അല്ലാഹു തആല അവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതായത് ഒന്ന്, നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് അസ്തഗ്ഫിറുല്ലാ പറയുന്നതെങ്കിൽ, ഇസ്തിഗ്ഫാർ പറയുന്നതെങ്കിൽ അല്ലാഹു തആല അത് പുറത്തു തരും, അല്ലേ? അല്ലാഹു അല്ലാതെ ആരാണ് നമുക്ക് പുറത്തു തരാനുള്ളത്? അല്ലാഹു തആല തീർച്ചയായിട്ടും അത് പുറത്തു തരികയും ചെയ്യും. പിന്നെ അത് ആ ഒരു ചെയ്ത പാപം കൊണ്ട് നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഉണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങളും നിന്നും അല്ലാഹു നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ആ ചെയ്ത പാപം വേറൊരു ആളും ഈ ലോകത്ത് അറിയാത്ത രീതിയിൽ അല്ലാഹു അതിനെ കവർ ചെയ്ത് പിടിക്കും. മനസ്സിലായോ? അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിനകത്തുണ്ട്. ജസ്റ്റ് ഫോർഗീവ്നെസ് മാത്രമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെയല്ലേ, ഇപ്പം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്താണ് എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നത്? ഞാൻ അങ്ങനെ വലിയ തെറ്റുകളൊന്നും ചെയ്ത് ജീവിക്കുന്ന ആളല്ലല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഈ പരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ പുറകിന് വരുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലേ? കാരണം നമ്മുടെ ചുറ്റിനും ഒത്തിരി ആളുകളുണ്ടാവും ഭയങ്കര മാനിപ്പുലേറ്റീവായിട്ടും സെൽഫിഷായിട്ടും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അത് ഏതൊരവസരം കിട്ടിയാലും, അതിപ്പം വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കാതെ ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊന്നും അനുഭവിക്കേണ്ടി വരാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും, അല്ലേ? നമ്മൾ ഒത്തിരി വട്ടം നമുക്ക് അപ്പോൾ എക്സ്ട്രാ സ്ട്രെസ്സും വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആരെയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് തന്നെ ഇത് വന്നതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള കേസിലില്ലേ, അത് നമ്മൾ പടച്ചവനുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് റബ്ബ് ഒരു ബ്രിഡ്ജിട്ട് തന്നെയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം ഉണ്ടല്ലോ, ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി കേട്ടോ. അസ്തഗ്ഫിറുല്ലാ എന്നുള്ള ദിക്ർ നമ്മുടെ ലൈഫിൽ പതിവാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, എല്ലാ ദുരന്തങ്ങളും ഇല്ലേ നമ്മുടെ ലൈഫിൽ നിന്ന് ഉയർത്തപ്പെടും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചവൻ ഫ്രീ ആക്കി തരും കേട്ടോ. ഇത്തരം മാനസികമായിട്ടുള്ള വിഷമങ്ങളിൽ നിന്നും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല നമുക്ക് മോചനം തരും കേട്ടോ. ഇസ്തിഗ്ഫാറിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഈ ലോകത്തും പരലോകത്തും ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ദിക്റാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാണല്ലോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ എല്ലാ ദിവസവും അസ്തഗ്ഫിറുല്ലാ എന്നുള്ള ദിക്ർ പതിവാക്കിയിരുന്നു. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ട ഒരു ദിക്റാണ്, ഒരു മസ്റ്റായിട്ടുള്ള ഒരു ദിക്റാണ് അസ്തഗ്ഫിറുല്ലാ എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
അസ്തഗ്ഫിറുള്ള എന്നുള്ള ദിക്റില്ലേ നമ്മുടെ ലൈഫിലെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കേട്ടോ. നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുന്ന സമയത്തില്ലേ, അള്ളാഹുവിനോട് പ്രത്യേകമായിട്ട് നമ്മൾ അപേക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവേ ഈ പാപത്തിൻ്റെ പേരിൽ എന്നോട് നീ കണക്ക് ചോദിക്കരുതേ, ഈ ലോകത്തും പരലോകത്തും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ, പകരം എനിക്ക് പുതിയൊരു വഴി കാണിച്ചു തരണമേ, ഇതിൽ നിന്നെല്ലാം ഒഴിവായി പോകാൻ വേണ്ടിയിട്ടെന്നാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് കേട്ടോ. ആ സമയത്തിലെ ഒരാൾ സത്യസന്ധമായിട്ട് അള്ളാഹുവിലോട്ട് തിരിഞ്ഞിട്ട് അവൻ്റെ വഴി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ക്ഷമിച്ചു തരും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനല്ലാതെ ആർക്കും ഈ ലോകത്ത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പാപങ്ങൾ പുറത്ത് അത് ക്ഷമിച്ചു തരാൻ വേണ്ടിയിട്ട് അള്ളാഹു താല അല്ലാതെ ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ല. അള്ളാഹു നമുക്കത് പുറത്തു തരുമെന്നുള്ള 100% വിശ്വാസത്തിൽ വേണം നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ലോകത്തെ ജനങ്ങൾ ഒരിക്കലും പാപം ചെയ്യാത്തവരായിരുന്നെങ്കിൽ അള്ളാഹു ഉറപ്പായിട്ടും അവരെ മാറ്റിയിട്ട് പാപം ചെയ്യുന്നവരെയും ക്ഷമ ചോദിക്കുന്നവരെയും കൊണ്ടുവരും. കാരണം അള്ളാഹു താല നമുക്ക് ക്ഷമിച്ചു തരാനും നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനും അത്രയേറെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണിത് കേട്ടോ. ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു മഴ പെയ്യ്ക്കും, ധനം നൽകും, മക്കളെ അനുഗ്രഹിക്കും, തോട്ടങ്ങളും നദികളും നൽകും. പക്ഷേ ജനങ്ങൾ അള്ളാഹുവിന് അവന് അർഹിക്കുന്ന സ്ഥാനം നൽകുന്നില്ലെന്ന് പറയുന്നുണ്ട്. ക്ഷമ ചോദിക്കുന്നത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള ഒരു കാര്യമല്ല. അതൊരു മല കയറുന്നത് പോലെ എത്താൻ പറ്റാത്ത ഒരു ടാസ്ക് അല്ല അല്ലേ. പ്രത്യേകമായിട്ട് നമുക്ക് ഒരു പ്രൊസീജിയറും അതിന് വേണ്ടിയിട്ട് വേണ്ട. ഭയങ്കര സിമ്പിളാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുവേ എന്നോട് ക്ഷമിക്കണേ എന്ന് സത്യസന്ധമായി പറയുക മാത്രം, ആ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. ഒരൊറ്റ നിമിഷത്തിൽ പോലും നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലേ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും മറയ്ക്കുകയും അതിൻ്റെ എഫക്റ്റ് എടുത്തു മാറ്റിത്തരികയും ചെയ്യും കേട്ടോ. നിങ്ങൾ എത്ര പാപം ചെയ്താലും നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നിടത്തോളം കാലം ഞാൻ നിങ്ങൾക്ക് ക്ഷമിച്ചു തരുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നത് നമ്മളൊരു ശീലമാക്കുക. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞ് കവിഞ്ഞു വരുന്നത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അള്ളാഹു പാപങ്ങളെ പുറത്തു തരാനും നമ്മളോട് ക്ഷമിക്കാനും ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പാപം ചെയ്താലും അള്ളാഹുവിൻ്റെ കാരുണ്യമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ലോകത്ത് ഇതുവരെ ജീവിച്ചവരും ഇനി ജീവിക്കാനിരിക്കുന്നവരുമായ എല്ലാവരും ചെയ്ത പാപങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഫ്രണ്ടിൽ ഒന്നുമല്ല കേട്ടോ. നമ്മൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്ന സമയത്തിലെ നമ്മൾ അള്ളാഹുവിൻ്റെ ക്ഷമയെപ്പറ്റി പൂർണ്ണമായിട്ടും വിശ്വസിച്ച് അള്ളാഹു നമുക്ക് ക്ഷമിച്ചു തരുമെന്നുള്ള 100% വിശ്വാസത്തിൽ വേണം നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം തേടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഒരു പാർട്ടായിട്ട് മാറ്റുക, ഒരു ഹാബിറ്റായിട്ട് മാറ്റുക. അസ്തഗ്ഫിറുല്ലാ എന്നുള്ള ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഒരു പതിവാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ. നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാവും അസ്തഗ്ഫിറുല്ലാ എന്നുള്ള ഒരു ദിക്ർ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ കേട്ടോ. ഇന്നത്തെ വീഡിയോ കുറച്ച് ചെറുതാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളതില്ലേ, എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ പറയാനുണ്ട് നിങ്ങളോട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആകെ ഇപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ 5ാമത്തെ വീഡിയോയുടെ വോയിസ് ഓവറാണിത് കേട്ടോ. ശരിക്കും ഇല്ലേ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു 4 വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് 22 സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.